അടുത്ത് ജീവകങ്ങളാണ്, വിറ്റാമിൻസ്. ജീവകങ്ങൾ അഥവാ വിറ്റാമിൻസ്. ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് വിറ്റാമിനുകളും ധാതു ലവണങ്ങളും. ഇവ കുറഞ്ഞ അളവിലേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ. പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ, മുട്ട, ഇലക്കറികൾ തുടങ്ങിയവ വിറ്റാമിനുകളുടെയും ധാതു ലവണങ്ങളുടെയും കലവറയാണ്. ഇപ്പോൾ ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് വിറ്റാമിനുകളും ധാതു ലവണങ്ങളും. ഇവ കുറഞ്ഞ അളവിലേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ. പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ, മുട്ട, ഇലക്കറികൾ തുടങ്ങിയവ വിറ്റാമിനുകളുടെയും ധാതു ലവണങ്ങളുടെയും കലവറയാണ്. അടുത്തൊരു പ്രധാനപ്പെട്ടവയാണ് വിറ്റാമിനുകൾ. ഇതിനിടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്നവ ADEK. ADEK എന്നീ പ്രധാനപ്പെട്ട 4 വിറ്റാമിനുകൾ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ADEK. വിറ്റാമിൻ ADEK കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. എന്നാൽ ബിയും സിയും ജലത്തിൽ ലയിക്കുന്നവയാണ്. വിറ്റാമിൻ ബിയും സിയും ജലത്തിൽ ലയിക്കുന്നവയാണ്. ഇനി ഓരോ വിറ്റാമിനുകളും എന്തിൽ നിന്നാണ് ലഭിക്കുന്നതും അവയുടെ പ്രാധാന്യവും നോക്കാം. ആദ്യം വിറ്റാമിൻ എ. ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില ഇവയിൽ നിന്ന് ലഭിക്കുന്നതാണ് വിറ്റാമിൻ എ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം. വിറ്റാമിൻ എയുടെ പ്രാധാന്യമാണ് പറഞ്ഞത്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് കാരണം വിറ്റാമിൻ എ ആണ്. കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാം വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് വരുന്നത്. അത് ലഭിക്കുന്നത് ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയിൽ നിന്നാണ്. അടുത്ത വിറ്റാമിൻ ഡി. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. പാലുൽപ്പന്നങ്ങൾ. വിറ്റാമിൻ ഡി നമുക്ക് ലഭിക്കുന്നത് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്നാണ്. ഒന്ന് നമ്മൾ വെയിലത്ത് പോയിരുന്നാൽ മതി, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. മറ്റൊന്ന് പാലുൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ പ്രാധാന്യം എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം. അപ്പോൾ വിറ്റാമിൻ ഡി കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം. അടുത്ത വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇ ലഭിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നാണ്. സസ്യ എണ്ണകളിൽ നിന്നാണ് വിറ്റാമിൻ ഇ ലഭിക്കുന്നത്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം. വിറ്റാമിൻ എ കാരണമാണ് നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം ഉണ്ടാകുന്നത്. അടുത്ത് വിറ്റാമിൻ കെ. ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിൽ നിന്ന് ലഭിക്കുന്നു. ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിൽ നിന്ന് ലഭിക്കുന്നതാണ് വിറ്റാമിൻ കെ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. വിറ്റാമിൻ കെ ഉള്ളതുകൊണ്ടാണ് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നത്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വിറ്റാമിൻ കെ ആണ്. ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിൽ നിന്നാണ് വിറ്റാമിൻ കെ ലഭിക്കുന്നത്. അടുത്ത് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളായ ബിയും സിയും നോക്കാം. ആദ്യം ബി. വിറ്റാമിൻ ബി നമുക്ക് ലഭിക്കുന്നത് ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില എന്നിവയിൽ നിന്നാണ്. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില എന്നിവയിൽ നിന്ന് വിറ്റാമിൻ ബി ലഭിക്കുന്നു. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം ഇതെല്ലാം കാരണം വിറ്റാമിൻ ബി ആണ്. നമ്മളെ സ്കിന്നൊക്കെ നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വിറ്റാമിൻ ബിയുടെ പ്രാധാന്യം വളരെ വലുതാണ്. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില ഇവയിൽ നിന്നാണ് വിറ്റാമിൻ ബി അധികമായി ലഭിക്കുന്നത്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ അത് വിറ്റാമിൻ ബിയുടെ ഒരു ജോലിയാണ്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണവും ത്വക്കിൻ്റെ ആരോഗ്യവും വിറ്റാമിൻ ബി ഉള്ളതുകൊണ്ടാണ്. അടുത്തത് വിറ്റാമിൻ സി. വിറ്റാമിൻ സി നമുക്ക് ലഭിക്കുന്നത് പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയിൽ നിന്നാണ്. പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയിൽ നിന്ന് വിറ്റാമിൻ സി ലഭിക്കുന്നു. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം. അപ്പോൾ ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് കാരണം വിറ്റാമിൻ സി ആണ്. പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയിൽ വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നു. നെല്ലിക്കയിലൊക്കെ വിറ്റാമിൻ സി ധാരാളമുണ്ട്. അപ്പോൾ നെല്ലിക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വിറ്റാമിനുകളെക്കുറിച്ച്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ അത് ഓർത്ത് ചെയ്യുക. ഒരു ചെറിയ നോട്ട്സൊക്കെ ഉണ്ടാക്കി വെക്കുക. അടച്ചു വെച്ചില്ലെങ്കിൽ പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിലെ വിറ്റാമിൻ സി നീരാവിയിൽ ലയിക്കുന്നു. ഇത് നീരാവിയോടൊപ്പം എളുപ്പം പുറത്തു പോകുന്നു. അതിനാൽ അടച്ചു വേവിക്കുന്നതാണ് നല്ലത്.
ഇപ്പോൾ ഓർത്തിരിക്കുക, പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിലെ വിറ്റാമിൻ സി നീരാവിയിൽ ലയിക്കുന്നു. ഇത് നീരാവിയോടൊപ്പം എളുപ്പം പുറത്തു പോകുന്നു. അതിനാൽ അടച്ചു വേവിക്കുന്നതാണ് നല്ലത്. നെല്ലിക്ക അച്ചാറിടുമ്പോൾ പുഴുങ്ങുകയാണെങ്കിൽ അത് അടച്ചു വെച്ച് വയ്ക്കുക. ധാതുലവണങ്ങൾ, മിനറൽസ്. ധാതുലവണങ്ങൾ അഥവാ മിനറൽസ് എന്താണെന്ന് നോക്കാം. ചില ധാതുലവണങ്ങൾ അഥവാ മിനറൽസിൻ്റെ ഉപയോഗവും അത് എവിടെ നിന്നെല്ലാം ലഭിക്കുമെന്ന് നോക്കാം. ആദ്യത്തെ ഇരുമ്പാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഇരുമ്പാണ്. ഇരുമ്പ് നമുക്ക് ലഭിക്കുന്നത് ഇലക്കറികൾ, മത്തൻകുരു, മുതിര, ശർക്കര, കരൾ എന്നിവയിൽ നിന്നാണ്. ഇലക്കറികൾ, മത്തൻകുരു, മുതിര, ശർക്കര, കരൾ എന്നിവയിൽ നിന്ന് ഇരുമ്പ് നമുക്ക് ലഭിക്കുന്നു. ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണമാണ് ഇരുമ്പിൻ്റെ ഒരു പ്രധാന ജോലി. അടുത്ത കാൽസ്യം ഫോസ്ഫറസും. കാൽസ്യം ഫോസ്ഫറസും എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിന് സഹായിക്കുന്നത് കാൽസ്യം ഫോസ്ഫറസ് ആണ്. ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ. കാൽസ്യം ഫോസ്ഫറസ് നമുക്ക് ലഭിക്കുന്നത് ഏത്തപ്പഴം, മരച്ചീനി, ചേന, പച്ചക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവയിൽ നിന്നാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിന് സഹായിക്കുന്നത് കാൽസ്യം ഫോസ്ഫറസ് ആണ്. അടുത്ത സോഡിയമാണ്. സോഡിയം ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നു. കറിവേപ്പിൽ നിന്ന് ധാരാളം സോഡിയം ലഭിക്കുന്നു. NaCl ആണ് കറിവേപ്പ്, സോഡിയം ക്ലോറൈഡ്. അപ്പോൾ സോഡിയം നമുക്ക് ലഭിക്കുന്നത് കറിവേപ്പിൽ നിന്നാണ്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നത് സോഡിയമാണ്. പിന്നെ അടുത്ത് അയഡിനാണ്. അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന്, മാനസിക വളർച്ചയ്ക്ക്. കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല, ഇവയിൽ നിന്നെല്ലാം അയഡിൻ നമുക്ക് ധാരാളമായി ലഭിക്കുന്നു. കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല. നമ്മുടെ തൊണ്ടമണക്കൊക്കെ കാരണം അയഡിൻ്റെ കുറവാണ്. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് അയഡിൻ പ്രയോജനപ്പെടുന്നു. മാനസിക വളർച്ചയ്ക്കും അയഡിൻ പ്രയോജനപ്പെടുത്തുന്നു. പോഷക അപര്യാപ്തത രോഗങ്ങൾ, ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസസ്. പോഷക അപര്യാപ്തത രോഗങ്ങൾ അഥവാ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസസ്. പോഷകഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിപ്പിക്കുന്നതിനും പലതരം രോഗങ്ങളും ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങളാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് പോഷകഘടകം അപര്യാപ്തത രോഗം ലക്ഷണങ്ങൾ. ആദ്യം വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. ലക്ഷണം മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല എന്നാണ്. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയാത്തൊരവസ്ഥയാണ് നിശാന്തത. അത് വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അടുത്ത വിറ്റാമിൻ ബി. വായ്പുണ്ണ്. വായിൽ വ്രണങ്ങൾ വരുന്നതാണ് വായ്പുണ്ണിൻ്റെ ലക്ഷണം. ഇത് വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. അടുത്ത വിറ്റാമിൻ സി. ഒരുപാട് പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻസ് ആണ്. സ്കർവി. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്. മോണയിൽ പഴുപ്പും രക്തസ്രാവവുമാണ് സ്കർവിയുടെ ലക്ഷണം. മോണയിൽ പഴുപ്പും രക്തസ്രാവവും സ്കർവിയുടെ ലക്ഷണങ്ങളാണ്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്. അടുത്ത വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ. റിക്കറ്റ്സ് കണ എന്നൊക്കെ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന അവസ്ഥയാണ് കണ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന അവസ്ഥ കണ എന്നറിയപ്പെടുന്നു. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് കണ ഉണ്ടാകുന്നത്. അടുത്ത് ഇരുമ്പ്. ഇരുമ്പിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ. രക്തക്കുറവ്, വിളർച്ച എന്നിവയാണ് അനീമിയയുടെ ലക്ഷണം. രക്തക്കുറവും വിളർച്ചയുമാണ് അനീമിയയുടെ ലക്ഷണം. ഇരുമ്പിൻ്റെ അഭാവം മൂലമാണ് അനീമിയ ഉണ്ടാകുന്നത്. അടുത്ത് അയഡിൻ. അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഗോയിറ്റർ, തൊണ്ടമുഴ. തൊണ്ടയിൽ മുഴയാണ് ഇതിൻ്റെ ലക്ഷണം. തൊണ്ടയിൽ മുഴയാണ് ഗോയിറ്ററിൻ്റെ ലക്ഷണം. ഇത് അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അയഡിൻ. പോഷകേതര ഘടകങ്ങൾ. പോഷകഘടകങ്ങൾക്ക് പുറമെ ജലം, നാരുകൾ തുടങ്ങിയ പോഷകേതര ഘടകങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അവയുടെ പ്രാധാന്യം നോക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ 2/3 ജലമാണ്. തലച്ചോറിൻ്റെ 85%, രക്തത്തിൻ്റെ 90%, എല്ലുകളുടെ 25% ജലമാണ്. ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്ന ജലമാണ്.
മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം 2 ലിറ്റർ ജലം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അതിനാൽ ധാരാളം ശുദ്ധജലം നാം കുടിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ 3/2 ഭാഗവും ജലമാണ്. തലച്ചോറിൻ്റെ 85%, രക്തത്തിൻ്റെ 90%, എല്ലുകളുടെ 25% ജലമാണ്. ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്ന ജലമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം 2 ലിറ്റർ ജലം നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്നു. അടുത്തത് നാരുകൾ അഥവാ ഫൈബേഴ്സ്. നാരുകൾ അഥവാ ഫൈബേഴ്സ് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യകമാണ് നാരുകൾ. ഇവ പ്രധാനമായും സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ശരീരത്തിന് പോഷകഘടകങ്ങൾ നൽകുന്നില്ലെങ്കിലും നാരുകൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നു. തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവ നാരുകളുടെ കലവറയാണ്. നാരുകൾ അഥവാ ഫൈബേഴ്സ് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യകമാണ് നാരുകൾ. ഇവ പ്രധാനമായും സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ശരീരത്തിന് പോഷകഘടകങ്ങൾ നൽകുന്നില്ലെങ്കിലും നാരുകൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നു. തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവ നാരുകളുടെ കലവറയാണ്. സമീകൃതാഹാരം ബാലൻസ്ഡ് ഫുഡ്. ശരീരത്തിന് വേണ്ട എല്ലാ പോഷകഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് സമീകൃതാഹാരം എന്ന് പറയുന്നത്. ശരീരത്തിന് വേണ്ട പോഷകഘടകങ്ങളെല്ലാം ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് സമീകൃതാഹാരം എന്ന് പറയുന്നത്. അടുത്തത് കിഴങ്ങുകളും ഇലക്കറികളും. ഭക്ഷ്യവസ്തുക്കൾ 100 ഗ്രാമിൽ എത്രമാത്രം വിറ്റാമിനും ധാതുലവണങ്ങളും അടങ്ങിയിരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അറിഞ്ഞിരിക്കുന്നതല്ലാണ്, സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ധാന്യങ്ങൾ, പ്രോട്ടീൻ, കൊഴുപ്പ്, മത്സ്യം, ഇരുമ്പ്. അപ്പോൾ ഇതും കൂടി ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പാചകക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അവയിലുണ്ടാക്കുന്ന വിധമാണ് കൊടുത്തിരിക്കുന്നത്. അതിനുവേണ്ട വസ്തുക്കൾ: വെള്ളരി, മുരിങ്ങ, ക്യാരറ്റ്, ചേന, പപ്പായ, കായ, കോവയ്ക്ക, പയർ, തൈര് എന്നിവ 1/2 കപ്പ് വീതം. നാളികേരവും പച്ചമുളകും ചതച്ചത് 2 കപ്പ്. വെളിച്ചെണ്ണ 2 സ്പൂൺ. കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഉണ്ടാക്കുന്ന വിധമാണ്: പച്ചക്കറികളെല്ലാം വീതി കുറഞ്ഞ നീളമുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് 1 സ്പൂൺ മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പരന്ന പാത്രത്തിൽ അടച്ചു വേവിക്കുക. ഏതാണ്ട് വേവാറാകുമ്പോൾ നാളികേരവും പച്ചമുളകും ചതച്ച് ചേർക്കുക. അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം തൈര് ചേർത്ത് ഇളക്കുക. അതിനുശേഷം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ചെറുതായി ഇളക്കി അടച്ചു വയ്ക്കുക. അപ്പോൾ ധാരാളം പോഷകാംശങ്ങൾ അടങ്ങിയ അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്ന പഠിച്ചു. പ്രായത്തിനനുസരിച്ച് ഉണ്ടാകേണ്ട ഏകദേശ ഉയരവും തൂക്കവുമാണ്: 11 വയസ്സുകാരന് 140 സെൻറ്റിമീറ്റർ ഉയരവും 32.2 കിലോഗ്രാം ഭാരം ഉണ്ടായിരിക്കണം ആൺകുട്ടികളാണെങ്കിൽ. പെൺകുട്ടികളാണെങ്കിൽ 142 സെൻറ്റിമീറ്റർ ഉയരവും 33.7 കിലോഗ്രാം തൂക്കം ഉണ്ടായിരിക്കണം. അതേപോലെ ഓരോ നോക്കുക.